അഭിമന്യ പിതാക്കന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദസന്ദായകമായ കാര്യമാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം പരിമിതമായതുകൊണ്ട് മലങ്കര വർഗീസിന്റെ വധം സംബന്ധിച്ച നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും അത് മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാനുള്ളതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നാം ഓർക്കേണ്ടത്, പാത്രിയർക്കീസും പാത്രിയർക്കീസ് കക്ഷിയും എല്ലാ കാലത്തും അക്രമത്തിൻ്റെയും അനീതിയുടെയും മാർഗം മാത്രം സ്വീകരിച്ചിരുന്നവരാണ്. ഞാൻ 1958 സഭയിൽ യോജിപ്പുണ്ടായപ്പോൾ മാത്രം പാത്രിയർക്കീസ് പക്ഷത്ത് നിന്ന് കാതോലിക്കേറ്റിനെ അംഗീകരിച്ച ആളാണ്. പാത്രിയർക്കീസ് പക്ഷത്ത് ജനിച്ച് പാത്രിയർക്കീസ് പക്ഷത്ത് നിന്ന് പട്ടമേറ്റ എനിക്ക് പാത്രിയർക്കീസ് പക്ഷം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ പലരെക്കാളും കൂടുതൽ അറിയുവാൻ ഇടവന്നിട്ടുമുണ്ട്. വട്ടശ്ശേരി തിരുമേനിയുടെ സംരക്ഷകനായിരുന്ന ആനപ്പാപ്പിയുടെ വധം മുതൽ ഇങ്ങോട്ട് നാം പരിശോധിച്ചാൽ പാത്രിയർക്കീസ് വിഭാഗം അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് എത്രയോ അവസരങ്ങളിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. 58 സഭ യോജിച്ച് വീണ്ടും പ്രശ്നങ്ങളുണ്ടായ അവസരത്തിൽ ആലുവായിലെ ഞങ്ങളുടെ തിയോഫിലസ് തിരുമേനിയുടെ കാറ് കത്തിച്ചുകൊണ്ടാണ് അവർ ഭീകരാവസ്ഥ സൃഷ്ടിച്ചത്. ആലുവ ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ പാത്രിയർക്കീസ് വിഭാഗത്തിന് കൂടുതൽ വോട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ രാജ്യം ഭരിക്കുന്ന UDF LDF ഏത് ഗവൺമെന്റ് ആയാലും അവരോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചു പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അക്രമം നടത്തുവാൻ വളരെ സൗകര്യമായിരിക്കുക. നാം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ പാത്രിയർക്കീസ് പക്ഷത്തിന്റെ നേതാവായിരിക്കുന്ന ശ്രേഷ്ഠ ബാവ കാണിച്ചുകൂട്ടിയ കോപ്പിയാട്ടങ്ങൾ എത്ര മ്ലേച്ഛമാണ്. ക്ലീമീസ് തിരുമേനിയുടെയും ഇദ്ദേഹത്തിന്റെയും നേതൃത്വത്തിൽ സമ്മനാരി കയ്യേറുവാൻ ആളുകളുമായി ഗ്രേറ്റ് മാർച്ച് നടത്തി. അത് പോലീസ് തടഞ്ഞതിന്റെ പേരിൽ അന്ന് നടന്നില്ല. അതിനുശേഷം തങ്ങൾക്കില്ലെങ്കിൽ അത് പൂട്ടിക്കിടക്കട്ടെ എന്ന മനോഭാവത്തിൽ 1977 തന്നെ തൃക്കുന്നത്ത് സെമിനാരി പള്ളി പൂട്ടിയിട്ടു. പള്ളി പൂട്ടിയിട്ടുണ്ടെങ്കിലും താക്കോല് തിരുമേനിയുടെ കയ്യിലാണ്. 144 145 നിലവിലില്ല. പള്ളി തുറക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ പള്ളി തുറന്ന് അവിടെ ആരാധന നടത്താമെന്ന് വിചാരിച്ചപ്പോൾ ഈ ശ്രേഷ്ഠ ബാവ കുറെ ആളുകളെ കൂട്ടിക്കൊണ്ട് ബലമായി വന്ന് പള്ളിയിലേക്ക് കയറുകയാണ് ചെയ്തത്. നാം സാധാരണ മെത്രാപ്പൊലീത്തമാർക്കോ വൈദിക ശ്രേഷ്ഠർക്കോ കാണുന്ന യാതൊരുവിധ സ്വഭാവ രീതികളുമല്ല അദ്ദേഹത്തെ ഭരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. മറ്റൊന്ന്, എന്തു പച്ചക്കള്ളം പറയുവാനും അദ്ദേഹത്തിന് മടിയില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നു, തൃക്കുന്നത്ത് സെമിനാരി സംബന്ധിച്ച എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് മാധ്യമങ്ങൾക്ക് കൊടുക്കും, ഗവൺമെന്റിനെ ഏൽപ്പിക്കും, എന്നിട്ട് തൃക്കുന്നത്ത് സെമിനാരിലേക്ക് കയറും. ഇങ്ങനെ പറയുന്ന ഒരു സഭാ മേലധ്യക്ഷനാണ് അദ്ദേഹം എന്ന് നിങ്ങൾ അറിയണം. ഞാൻ ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത നാം അറിയാൻ വേണ്ടിയിട്ടാണ്. തൃക്കുന്നത്ത് സെമിനാരിയുടെ കാര്യത്തിൽ സത്യാഗ്രഹം കിടന്നു ചെളി പിടിച്ചു കിടക്കുന്ന റോഡിൽ ചുവന്ന കുപ്പായം അണിഞ്ഞ് ആ വഴിയിൽ കിടന്നുരുണ്ടവനാണ് ഈ ശ്രേഷ്ഠഭാവ. മറ്റൊരു സഭയിലെ മെത്രാപ്പൊലീത്തമാർക്ക് ഇത് കഴിയില്ല. അവിടെ നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകാൻ പോലീസുകാർ ശ്രമിച്ചപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തല്ലാതെ ഞാനിവിടുന്ന് മാറുകയില്ല എന്ന് വാശി പിടിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവിലങ്ങി വെക്കുവാൻ പോലീസുകാരനെ ചുമതലപ്പെടുത്തി
നിങ്ങൾക്കറിയാമോ, കൈവിലങ്ങി വെക്കുമ്പോൾ പാവം പോലീസുകാരന്റെ കയ്യിൽ പിടിച്ച് കടിച്ചവനാണ് ഈ മെത്രാപ്പൊലീത്ത. ഞാൻ ഇതെല്ലാം പറയുന്നത് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് പലർക്കും ഒരു പരിഭവമുണ്ട്, തിരുമേനിമാർക്കുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വെട്ടി വിളിച്ച് പറയുന്ന കൂട്ടത്തിലാണ്. തിരുമേനി, അദ്ദേഹത്തിന്റെ വീട് എൻ്റെ വീടും തമ്മിൽ 3 കിലോമീറ്ററിന്റെ അകലമേ ഉള്ളൂ. എന്നേക്കാൾ 10 വയസ്സിന് അദ്ദേഹം മൂത്തതാണെങ്കിലും എൻ്റെ സൈക്കിളിന്റെ പുറകിൽ വെച്ച് ഞാൻ ഒരുപാട് ചവിട്ടിക്കൊണ്ട് നടന്നിരുന്നു. കാരണം എല്ലുൾപ്പെടെ 25 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അന്ന് മുതലുള്ള പ്രവൃത്തിയും ശൈലിയൊക്കെ എനിക്ക് ശരിക്കറിയാം. ഈ മനുഷ്യൻ കയ്യേറ്റത്തിന്റെ മാർഗം സ്വീകരിക്കാതെ പള്ളികൾ പിടിച്ചെടുക്കാനാവുകയില്ല. അങ്കമാലി, കൊച്ചി, കണ്ടനാട്, ഭദ്രാസനങ്ങളിലെ ഒരു പള്ളിയിലും പ്രവേശിക്കുകയോ മെത്രാപ്പൊലീത്ത എന്ന നിലയിലോ കാതോലിക്ക എന്ന നിലയിലോ ഒഫീഷ്യേറ്റ് ചെയ്യുകയോ പാടില്ല എന്ന് പള്ളിക്കോടതിയിൽ നിന്ന് വിധിയുണ്ടായി, ജില്ലാ കോടതിയിൽ നിന്ന്. ആ കേസിന് അപ്പീൽ കൊടുത്തു. ഹൈക്കോടതി അപ്പീൽ കേട്ടു. അപ്പീലും ഈ വിധി സ്ഥിരപ്പെടുത്തി. അപ്പീലിലും ഹൈക്കോടതി ഇപ്പോൾ ആ വിധി സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ആ വിധി നിലനിൽക്കെ അദ്ദേഹം ഒളിച്ചും പാത്തും പള്ളികളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏതെങ്കിലും തിരുമേനിമാർക്ക് കഴിയുമോ ഇത്? കോർട്ട് ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട്, നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള